ഹലോ ആൻഡ് വെൽക്കം ബാക്ക്. കാഷ്വൽ ഇംഗ്ലീഷിലുള്ള ഡെയിലി യൂസ് സെന്റൻസസ് ആണ് ഈ ചാനൽ പരിചയപ്പെടുത്തുന്നത്. ഗ്രാമർ റൂൾസ് റിട്ടൺ ഇംഗ്ലീഷിൽ എന്ന പോലെ അത്രയ്ക്ക് സ്ട്രിക്റ്റ് അല്ല കാഷ്വൽ സ്പോക്കൺ ഇംഗ്ലീഷിൽ. ഇത് നമ്മൾ ഓർത്തിരിക്കേണ്ടതാണ്. ഓക്കെ, സോ ലെറ്റ്സ് ബിഗിൻ. എന്റെ സ്ഥാനത്ത് നീ എന്തു ചെയ്തിട്ടുണ്ടാകും? എന്റെ സ്ഥാനത്ത് നീ എന്തു ചെയ്തിട്ടുണ്ടാകും? വാട്ട് വുഡ് യു ഹാവ് ഡൺ ഇൻ മൈ പ്ലേസ്? വാട്ട് വുഡ് യു ഹാവ് ഡൺ ഇൻ മൈ പ്ലേസ്? ഇൻ മൈ പ്ലേസ് എന്ന് പറഞ്ഞാൽ ഇൻ മൈ പ്ലേസ് എന്നതിന് വേറെയും അർത്ഥങ്ങളുണ്ട്. പക്ഷെ ഇവിടെ നമ്മൾ ഇൻ മൈ പ്ലേസ് കൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്റെ സ്ഥാനത്ത് എന്നുള്ള മീനിങ് ആണ്. നമുക്ക് ചർച്ച ഞായറാഴ്ച എന്റെ വീട്ടിൽ വെച്ചേക്കാം. നമുക്ക് ചർച്ച ഞായറാഴ്ച എന്റെ വീട്ടിൽ വെച്ചേക്കാം, അല്ലെങ്കിൽ എന്റെ വീട്ടിൽ വെച്ചാകാം. ലെറ്റ്സ് ഹാവ് ദ ഡിസ്കഷൻ അറ്റ് മൈ പ്ലേസ് ഓൺ സൺഡേ. ലെറ്റ്സ് ഹാവ് ദ ഡിസ്കഷൻ അറ്റ് മൈ പ്ലേസ് ഓൺ സൺഡേ. ഇവിടെ അറ്റ് മൈ പ്ലേസ്, നേരത്തെ നമ്മൾ പറഞ്ഞത് ഇൻ മൈ പ്ലേസ്, ഇവിടെ അറ്റ് മൈ പ്ലേസ് എന്ന് പറഞ്ഞാൽ എന്റെ വീട് എന്ന അർത്ഥമാണ് ഇവിടെ. ഓക്കെ, സോ ലെറ്റ്സ് ഹാവ് ദ ഡിസ്കഷൻ അറ്റ് മൈ പ്ലേസ്, എന്റെ വീട്ടിൽ, ഓൺ സൺഡേ, ഞായറാഴ്ച. അവന് പകരമായി നിനക്ക് മീറ്റിംഗിൽ പോകാമോ? അവന് പകരമായി നിനക്ക് മീറ്റിംഗിൽ പോകാമോ? ക്യാൻ യു ഗോ ടു ദ മീറ്റിംഗ് ഇൻ പ്ലേസ് ഓഫ് ഹിം? ക്യാൻ യു ഗോ ടു ദ മീറ്റിംഗ് ഇൻ പ്ലേസ് ഓഫ് ഹിം? ഇവിടെ നമ്മൾ ഇൻ പ്ലേസ് എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ ഒരാളിന് പകരമായി പോകണമെങ്കിൽ ഇൻ പ്ലേസ് ഓഫ് ഇന്ന ആൾ, അല്ലെങ്കിൽ ഇൻ പ്ലേസ് ഓഫ് ഹിം, ഇൻ പ്ലേസ് ഓഫ് ഹെർ. അപ്പോൾ ഇവിടെ നമ്മൾ 3 വേരിയേഷൻസ് കണ്ടു പ്ലേസ് എന്ന വാക്ക് ഉപയോഗിച്ചിട്ട്. ഇൻ മൈ പ്ലേസ്, അറ്റ് മൈ പ്ലേസ്, ഇൻ പ്ലേസ് ഓഫ് ഹിം. ആ ചോദ്യം എന്നോട് പലതവണ ചോദിക്കപ്പെട്ടിട്ടുണ്ട്. ആ ചോദ്യം എന്നോട് പലതവണ ചോദിക്കപ്പെട്ടിട്ടുണ്ട്. I have been asked that question a lot of times. I have been asked that question a lot of times. A lot of times എന്ന് പറഞ്ഞാൽ കുറെ പ്രാവശ്യം, പലതവണ. I have been asked, എന്നോട് ചോദിക്കപ്പെട്ടിട്ടുണ്ട്. That question, ആ ചോദ്യം. നമുക്ക് പോകാൻ സമയം ഏതാണ്ടായി. നമുക്ക് പോകാൻ സമയം ഏതാണ്ടായി. It's almost time for us. It's almost time for us to leave. അല്ലെങ്കിൽ it's almost time for us to go. നമുക്ക് പോകാൻ സമയം ഏതാണ്ടായി. Almost, ഏതാണ്ടായി. നമ്മൾ ആദ്യമായി കണ്ടുമുട്ടിയത് ചെന്നൈയിൽ വെച്ചായിരുന്നു. നമ്മൾ ആദ്യമായി കണ്ടുമുട്ടിയത് ചെന്നൈയിൽ വെച്ചായിരുന്നു. Was it in Chennai that we first met? Was it in Chennai that we first met? Was it in Chennai എന്ന് പറഞ്ഞാൽ ചെന്നൈയിൽ വെച്ചായിരുന്നു that we first met. Meet എന്നതിന്റെ പാസ്റ്റ് ടെൻസ് ആണ് met. അപ്പൊ നമ്മൾ ഫസ്റ്റ് അല്ല, ഫസ്റ്റ് ടൈം മീറ്റ് ചെയ്തത് ചെന്നൈയിൽ വെച്ചായിരുന്നു. ഈ ഒരു ചോദ്യത്തിന്റെ ഉത്തരം ചെന്നൈയിൽ വെച്ചാണ് ആദ്യമായിട്ട് കണ്ടുമുട്ടിയതെങ്കിൽ നമ്മൾ എന്താ പറയാ? യെസ് ഇറ്റ് വാസ്. ഇനി ചെന്നൈയിൽ വെച്ചല്ല എന്നതാണെങ്കിൽ അതിന്റെ ആൻസർ നോ, ഇറ്റ് വാസന്റ്, അല്ലെങ്കിൽ ഇറ്റ് വാസ് നോട്ട്. മൂന്നാമത്തെ ഒരു ആൻസർ, ഇറ്റ് വാസന്റ് ഇൻ ചെന്നൈ ബട്ട് ഇൻ ബാംഗ്ലൂർ. ഇറ്റ് വാസന്റ് ഇൻ ചെന്നൈ ബട്ട് ഇൻ ബാംഗ്ലൂർ. അതായത് ചെന്നൈയിലായിരുന്നില്ല, പക്ഷേ ബാംഗ്ലൂരിൽ വെച്ചായിരുന്നു. ഇത് എങ്ങനെയാണ് ചെയ്യേണ്ടതെന്ന് അവന് മാത്രമേ അറിയൂ. ഇത് എങ്ങനെയാണ് ചെയ്യേണ്ടതെന്ന് അവന് മാത്രമേ അറിയാവൂ. He is the only one who knows how to do it. He is the only one who knows how to do it. How to do it, എങ്ങനെയാണ് ഇത് ചെയ്യുക? He is the only one, അവൻ മാത്രമേ ഉള്ളൂ. ഹൂ നോസ് ഹൗ ടു ഡു ഇറ്റ്, ഇത് ചെയ്യാൻ അറിയാവുന്നത് അവൻ മാത്രമേ ഉള്ളൂ. എനിക്ക് ഓഫീസിലേക്ക് തിരിച്ചു പോകണം. പ്രധാനപ്പെട്ട ഒരു കാര്യം വന്നിട്ടുണ്ട്. എനിക്ക് ഓഫീസിലേക്ക് തിരിച്ചു പോകണം. പ്രധാനപ്പെട്ട ഒരു കാര്യം വന്നിട്ടുണ്ട്. I have to go back to office. Something important has come up. I have to go back to office. Something important has come up. ഇവിടെ നമ്മൾ ശ്രദ്ധിക്കേണ്ട ശൈലി come up എന്ന ഫ്രേസൽ വേർബ് ആണ്. ഈ ഫ്രേസൽ വേർബിന് പല അർത്ഥങ്ങളുണ്ട്. പക്ഷെ ഇവിടെ നമ്മൾ ഉപയോഗിച്ചിരിക്കുന്നത് വളരെ അപ്രതീക്ഷിതമായിട്ട്, അൺഎക്സ്പെക്റ്റഡ് ആയിട്ട് ഒരു കാര്യം നമ്മുടെ മുന്നിൽ വന്നു, അല്ലെങ്കിൽ നമ്മുടെ നേർക്ക് വന്നു. ഇതിനെയാണ് ഇവിടെ കം അപ്പ് എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അസാധാരണമായി അവിടെ നീ എന്തെങ്കിലും കണ്ടോ? അസാധാരണമായി അവിടെ നീ എന്തെങ്കിലും കണ്ടോ? Did you see anything unusual there? Did you see anything unusual there? Unusual, അസാധാരണമായി, അതായത് യൂഷ്വൽ അല്ലാത്ത എന്തെങ്കിലും. Anything, did you see, നീ കണ്ടോ? There, അവിടെ.
കൃത്യമായി ഞാൻ ഇപ്പോൾ എവിടെയാണെന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. കൃത്യമായി ഞാൻ ഇപ്പോൾ എവിടെയാണെന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. അപ്പൊ നമ്മൾ അറിയാത്തൊരു സ്ഥലത്ത് ഗൂഗിൾ മാപ്പും മറ്റു കാര്യങ്ങളും എല്ലാം വെച്ച് നമ്മൾ അത് അവിടേക്ക് പോകാൻ നോക്കുകയാണ്. പക്ഷെ അവിടെ എത്തിപ്പെടുന്നില്ല, വഴി തെറ്റുന്നു. അങ്ങനെ ഒരു കോണ്ടെക്സ്റ്റിലാണ് നമ്മൾ ഈ ഒരു സെന്റൻസ് പറയുന്നത്. അപ്പൊ നമ്മുടെ അടുത്ത് ചോദിക്കുകയാണ് നീ ഇപ്പൊ എവിടെയാണെന്ന്. അപ്പൊ ഐ ഡോണ്ട് നോ എക്സാക്ട്ലി വേർ ഐ ആം നൗ. ഐ ഡോണ്ട് നോ എക്സാക്ട്ലി വേർ ഐ ആം നൗ. ഇപ്പൊ നമ്മൾ നിൽക്കുന്ന സ്ഥലം എവിടെയാണ്? റിമോട്ട് ആയിട്ടുള്ള ഒരു സ്ഥലമാണ്. അപ്പൊ അടുത്ത് ലാൻഡുകളൊന്നുമില്ല. സോ ഐ ഡോണ്ട് നോ എക്സാക്ട്ലി വേർ ഐ ആം നൗ. അപ്പോൾ താങ്ക് യു വെരി മച്ച് ഫോർ വാച്ചിങ്. ലെസൺ ഇഷ്ടമായെങ്കിൽ ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. സീ യു ഇൻ ദ നെക്സ്റ്റ് വീഡിയോ.